السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹിജ്റ 150 ഒരു രാത്രിയിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായി. അന്നേ ദിവസം തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. അഹ്ലുബൈത്തിലെ സന്തതിയായി ജനിച്ച അവിടം യമനിൽ നിന്ന് അസ്കലാനിലേക്കും അസ്കലാനിൽ നിന്ന് ആധുനിക ഫലസ്തീനിലെ ഗസയിലേക്കും മാറി താമസിക്കുകയുണ്ടായി. കുട്ടിക്കാലവും വളർച്ചയും ഒക്കെ ചിലവഴിച്ചിരുന്നത് ഗസയിലായിരുന്നു. വളരെ കുലീനമായ കുടുംബത്തിലായിരുന്നു അവിടുന്ന് ജനിച്ചിരുന്നതെങ്കിലും ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ സന്തതിയായിട്ടാണ് അവിടുന്ന് ജനിച്ചതെങ്കിലും വളരെ റാഹത്തോടുകൂടെ ജീവിക്കാനുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ഇമാമുന ഇദ്രീസ് തങ്ങൾ വളർന്നത്. തന്റെ ചെറുപ്പകാലത്ത് എഴുതാനും വായിക്കാനുമുള്ള സൗകര്യമോ സംവിധാനമോ അവിടെ നിന്നുണ്ടായിരുന്നില്ല. കേൾക്കുന്ന ഇൽമ് മരച്ചട്ടകളിലും തോലുകളിലും എഴുതി വച്ചു. നന്നേ ചെറുപ്പത്തിൽ 7-ാം വയസ്സിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. ഒരു മുതഅല്ലിം എന്ന അർത്ഥത്തിൽ, ഒരു മുതഅല്ലിമിന്റെ ജീവിതം എന്ന രൂപത്തിൽ അവിടുത്തെ ജീവിതത്തിന്റെ സംശുദ്ധി എന്ന് പറയുന്നത് വല്ലാത്ത സംശുദ്ധിയായിരുന്നു. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം അത്രമേൽ സുന്ദരമായിരുന്നു. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 10-ാം വയസ്സിൽ 10 ലക്ഷം ഹദീസിലധികം മനഃപ്പാഠമാക്കി. തന്റെ പഠന കാലയളവിൽ മദീനയിൽ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു ദർസ് നടത്തുന്നു എന്ന വാർത്ത അറിയുന്നു. മക്കയിൽ ഇമാമുന മാലിക് തങ്ങളുടെ ദർസ് ഉണ്ടെന്നറിയുന്നു. ആ ദർസിലേക്ക് പോകുന്നതിന് മുൻപ് ഇമാമുന മാലിക് തങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയാതെ പോകുന്നത് മോശമല്ലേ? അവിടുത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാതെ പോകുന്നത് മോശമല്ലേ എന്ന ചിന്തയിൽ നിന്ന് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത മുഴുവൻ മനഃപ്പാഠമാക്കിയതിനു ശേഷമാണ് നന്നേ ചെറിയ പ്രായത്തിൽ ഇമാം മക്കയിലേക്ക് പോകുന്നത്. ഇൽമിനോടുള്ള അതിയായ താല്പര്യം, ഇൽമിനോടുള്ള വല്ലാത്ത അഭിലാഷം, മടങ്ങാത്ത മോഹം, ആ മോഹത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടു. ഇമാമുന ശാഫിഈ തങ്ങളോട് ചോദിക്കപ്പെട്ടു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൽമിനോടുള്ള ആശ? ഇമാമുന ശാഫിഈ തങ്ങളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇൽമിനോടുള്ള ആശ? ഏത് രൂപത്തിലാണ് ഇൽമു തേടുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത്? ഏത് രൂപത്തിലാണ് ഇൽമു തേടുന്നതിനെ നിങ്ങൾ സമീപിക്കുന്നത്? അവിടുന്ന് കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ഏതെങ്കിലും ഇൽമു കേൾക്കുമ്പോഴും അറിയുമ്പോഴും, ഏതെങ്കിലും ഇൽമു ശർഈയായ ഇൽമു കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഞാൻ കരുതുന്നത് എൻ്റെ അവയവങ്ങൾക്ക് കൂടി ചെവിയുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അവയവങ്ങൾക്ക് കൂടി ചെവിയുണ്ടായിരുന്നുവെങ്കിൽ ആ ചെവികൾക്കും കേൾക്കാമായിരുന്നുവല്ലോ. പിന്നെയും ചോദ്യം വരുന്നു, ഇൽമിനോടുള്ള അത്യാഗ്രഹം എങ്ങനെയാണെന്ന് ചോദിക്കും. അവിടുന്ന് പറയുന്നു, ഇൽമിനോട് എനിക്കുള്ള അത്യാഗ്രഹം, പിശുക്കനായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എങ്ങനെയാണോ തന്റെ പണത്തോടുള്ള സമീപനം, തന്റെ കയ്യിൽ നിന്നൊരു 10 രൂപ നഷ്ടപ്പെട്ടാൽ അത് തേടിപ്പിടിക്കാൻ കാണിക്കുന്ന വാശിയും വീറും, അത് തേടിപ്പിടിക്കാൻ കാണിക്കുന്ന മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഒരു ഇൽമ തേടുമ്പോൾ എനിക്കുണ്ടാവുന്നത്. പിന്നെയും ചോദിക്കുന്നു,
ഇൽമ് തേടുന്നതിൽ നിങ്ങളുടെ സമീപനം എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവര് മറുപടി കൊടുക്കുന്നു. ഇൽമ് തേടുമ്പോൾ ഞാൻ എങ്ങനെയാണ് സമീപിക്കുന്നതെന്നറിയുമോ? എന്തെങ്കിലും ഒരു ഇൽമ് ഒരു നാട്ടിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഇൽമ് ശർഈയായ ഹദീസോ ഫിഖ്ഹിയായ മസ്അലകളോ ഏതെങ്കിലും ഒരു നാട്ടിലുണ്ട് എന്നറിഞ്ഞാൽ, ആ നാട്ടിലേക്ക് ഞാൻ എത്തുന്നത് ഒരു സന്തതി മാത്രമുള്ള ഒരു ഉമ്മ, ഒരു സന്തതി മാത്രമുള്ള ഒരു ഉമ്മ ഒരു മണലാരണ്യത്തിൽ വെച്ച് ആ ഉമ്മയുടെ പൊന്നുമോനെ നഷ്ടപ്പെടുമ്പോൾ ആ ഉമ്മ എങ്ങനെയാണോ അതിനെ സമീപിക്കുന്നത്, ആ ഉമ്മ എങ്ങനെയാണോ ആ കുട്ടിയെ തിരയാൻ കാണിക്കുന്ന ആവേശവും പരിവേഷവും, അതിനെ കാണിക്കുന്ന ഉത്കണ്ഠ, ആ ഉത്കണ്ഠ ഞാൻ ഇൽമു തിരയുന്നതിൽ കാണിക്കാറുണ്ട് എന്ന് അവിടുന്ന് പറയുന്നു. ആ ജീവിതം മുഴുക്കെ സൂക്ഷ്മതയുടെയും തഖ്വയിലും അധിഷ്ഠിതമായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ദഅൽദിയാം എന്ന കവിത നമ്മോട് സംവദിക്കുന്ന അത്തരത്തിലൊരു ഉപദേശമാണ്. വഅർളുല്ലാഹി വസിഅത്തുൻ വലാകിൻ ഇദാ നസലൽ ഖളാ വഖൽ ഫളാഉ دع الأيام تغدير كل حين فما يغني عن الموت دواء. അള്ളാഹുവിൻ്റെ ഭൂമി വളരെ കുടുസാണ്. ഈ ഭൂമി അള്ളാഹുവിൻ്റെ ഭൂമി വളരെ വിശാലമാണ്. ഈ വിശാലമായ ഭൂമിക്കകത്ത് മരണം കടന്നു വരുന്ന സന്ദർഭത്തിൽ ഈ ഭൂമി വളരെ ലീഖായി തോന്നാം, വളരെ കുടുസായി തോന്നാം. അതുകൊണ്ട് പുന്നാര മുതഅല്ലിമീങ്ങളോടെന്ന രൂപത്തിൽ അവിടുത്തെ ഉപദേശമാണ് നിങ്ങൾ കാലത്തെ വെറുതെ വിടുക. ആ കാലം അതിന്റെ സംഗതികൾ അനുസരിച്ച്, അതിന്റെ റൂട്ട് അനുസരിച്ച്, മാപ്പ് അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ജിഹാദും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ സഅയും നിങ്ങൾക്ക് മാത്രം ഉപകാരപ്പെടുന്നതാണ്. ആ ഉപകാരം മാത്രമേ ഭാവിയിൽ നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ. ഒരു മരുന്നുകൊണ്ടും മരണത്തിന് പരിഹാരമില്ല. ഒരു മരുന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നില്ല. അവിടുത്തെ ഉപദേശം എത്രമേൽ ഹൃദയാന്തരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ഒരു മുതഅല്ലിമിന് എല്ലാ അർത്ഥത്തിലും അവിടുത്തെ ജീവിതത്തിൽ മാതൃകയുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിന്റെ സംശുദ്ധി കൊണ്ട്, ആ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിലും റാഹത്തും സന്തോഷവും ഇൽമിനോടുള്ള ആഗ്രഹവും വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് സമയത്തിന്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വാക്കുകളുടെ നിറനിലാവിൽ ഈണങ്ങൾക്ക് ഇവിടെ ചടുല താളങ്ങൾ. മലയാള മനസ്സുകൾക്ക് സർഗവസന്തത്തിന്റെ നവ്യാനുഭൂതി സമ്മാനിക്കുന്ന നീതി സമരണങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ സംഘസർഗചേതനയുടെ വസന്തവിസ്മയങ്ങൾ ഇതാ വിരുന്നതി. അനീതിയുടെ ഇരുട്ടുപടർന്ന നിലങ്ങളിൽ ഉള്ളം തെളിഞ്ഞ വിചാരങ്ങളും വിപ്ലവം വിരിയുന്ന കർമ്മങ്ങളുമായി സമരഭൂമികൾ പണിയുന്ന ഫെലിസ്ദിയ 6th എഡിഷൻ 48ാമത് മത്സരഫലം അറിവാകുന്നു. അപ്പർ സോൺ ജുംലത്തുൽ മുഫീദ. Third place goes to code letter A, Sahil Todubuya, FHM Frigate, no grade 1 point. Second place goes to code letter E, Sinan Perutipara, Zaka Brigandine, B grade 5 point. And the grade first prize goes to C, code letter C, Musliha Ankalam, Team Vision Schooner, A grade 8.